സ്ഥിതി ചെയ്യുന്ന രണ്ട് കാര്യം. ഒന്ന്, താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, അതായത് ഇതിന്റെ ഭൂമിഷ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തുകളുടെ സംഘവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ താങ്കൾ ഈ ഗുരുതരമായ വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നതിനെ തുടർന്നുള്ള പ്രതികരണം രണ്ട് ഭാഗത്തും താങ്കൾ ചെയ്തു. ഒന്ന് ചതിച്ചതിനെ കുറിച്ച് പ്രയോഗം പറഞ്ഞു, മറ്റൊന്ന് നിസ്സഹായതയെ കുറിച്ച്. രണ്ടാം താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായ മുഖ്യമന്ത്രി ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ മാറിയാണോ? രണ്ട്, ഈ ഘട്ടത്തിലും താങ്കൾ പറയുന്നത് താങ്കൾ സമീപകാലത്ത് 2 വർഷത്തിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഏറ്റവും രൂക്ഷ പ്രശ്നങ്ങൾ കൊടുത്തു, അപ്പോഴും താങ്കൾ സഹകരണം പ്രകടിപ്പിക്കുന്നു, ഇപ്പോഴും സഹകരണ സപ്പോർട്ട് താങ്കൾ കൊണ്ടുവന്നാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ രസമാണ്. മന്ത്രി നയിക്കുന്ന ഉപജാപക സംഘമാണ് ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വത്തിന്റെ മുകളിലാണ് അക്കോർഡിംഗ് ടു മീ. ഞാൻ ഈ അന്വേഷണമായി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടിയെ തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവേര് വെട്ടാൻ PVN തയ്യാറാവില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെൻറ്റർ പോലീസ് സഹാക്കൾ ഉറങ്ങി വിടും. ഞാൻ ചെയ്യൂലപ്പോൾ. പക്ഷെ എൻ്റെ മേത്തേക്ക് എടുത്താലുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ തെളിവും കീശി വെച്ച് നടക്കില്ല. എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. അജിത് കുമാറിൻ്റെ ശേഷി എനിക്കറിയാം, അവൻ്റെ വിദേശത്തിൻ്റെ ശേഷി എനിക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം. അപ്പോൾ അത് എവിടെയൊക്കെ എത്തിക്കണമോ എവിടെയൊക്കെ അത് വെക്കണോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും. മനസ്സിലായോ? അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചോദിച്ചത്? അത് എന്നേറ്റുണ്ടായി എന്നെ കാര്യം. അതൊരു പ്രപഞ്ച സത്യമല്ലേ? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കോലത്തിൽ നടക്കുമോ? ഒരു ദിവസമല്ലല്ലോ, 3 കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം. ഇന്റലിജൻസില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ, വിജിലൻസില്ലേ, കേന്ദ്ര ഏജൻസികളില്ലേ, നാട്ടുകാരില്ലേ, പാർട്ടിക്കാരില്ലേ? പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ അടിച്ചു പോണ്? 10 മണി കഴിഞ്ഞാൽ കരിപ്പൂർ ആ റോഡ് ബ്ലോക്ക് ചെയ്യണമല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യണം. എവിടെയും ഒരു നിയമമല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം, കടകൾ ഓഫ് ചെയ്യണം. സുജിത് ദാസിന്റെ ഓർഡറാ. എന്റെ ഫോണിലുണ്ട്, ഇതിനൊക്കെ പല പത്രക്കാരും ഇടപെട്ടതാ. അങ്ങനെ സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കി കസ്റ്റംസിന് കൊടുക്കേണ്ട പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കൊടുക്കാതെ 102 CRPC ഉപയോഗിച്ച് കളവ് മുതലാണെന്ന സംശയത്തിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഇത് വെട്ടി തിരുത്തി അതിനെ തൂക്കെടുത്ത് പോകാൻ ഇതുവരെ അന്വേഷിക്കാൻ പറ്റില്ല.